ഡോക്ടറോട് ചോദിക്കാം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ഉണ്ട്. ആദ്യമായിട്ട് ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാണ്. ആദ്യത്തെ ചോദ്യം, അണലി കടിച്ചു കഴിഞ്ഞാൽ സോപ്പിട്ട് കഴുകിയാൽ മതിയെന്ന് ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. പ്രേക്ഷകന്റെ പേര് ജിതിൻ ദളപതി മുണ്ടത്തിക്കൂട്. ജിതിൻ ദളപതി നല്ല കാര്യമാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത് കണ്ടിരുന്നു. അണലി കടിച്ചു കഴിഞ്ഞാൽ സോപ്പിട്ട് കഴുകിയാൽ മതി എന്നുള്ളത്. അത് നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ജിതിൻ ദളപതിക്ക് സോപ്പിട്ട് കഴുകാൻ പറ്റുന്നിടത്തോളം ജിതിൻ ദളപതി കഴുകണം. ഇനിയിപ്പോൾ പറ്റാണ്ട് വരികയാണെങ്കിൽ ബാക്കി ബന്ധുക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ നാട്ടുകാരോ ആരെങ്കിലും വന്ന് കഴുകിത്തരും. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളാണ് ജിതിൻ ദളപതി എങ്കിൽ ഇതിനുശേഷം നന്നായി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ ക്രമട്ടോറിയത്തിലാണ് കൊണ്ടുവയ്ക്കുക. ഇനിയിപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാളാണെങ്കിൽ ചിലപ്പോൾ സ്യൂട്ടായിരിക്കും ഈ സോപ്പിട്ട് കഴുകൽ കഴിഞ്ഞ ശേഷം ഇടിക്കാറ്. കിട്ടിയില്ലായിരിക്കും, കാരണം ബന്ധുക്കളൊക്കെ ചിലപ്പോൾ വിദേശത്താണെങ്കിൽ അതിന് സമയം എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ ജിതിൻ ദളപതി അണലി കടിച്ച് സോപ്പിട്ട് കഴുകുകയാണെങ്കിൽ പിന്നീട് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. പാർട്ട്ണറുടെ വസ്ത്രം മണത്ത് കഴിഞ്ഞാൽ ആയുസ് കൂടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചതും ജിതിൻ ദളപതി. അപ്പോൾ ആ തെണ്ടീനെ അണലി കടിച്ചിട്ടില്ല, കുഴപ്പമില്ല. പറ്റിയെങ്കിൽ ഒരു ചാക്ക് അണലീനെ അവൻ്റെ വീട്ടിൽ കൊണ്ടുവിടണം. ഈ പാർട്ട്ണറുടെ വസ്ത്രം മണത്ത് ആയുസ് കൂടുന്നുള്ളത് ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു. ഇതിപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇതിന് ട്രൈ ചെയ്ത 4 സയൻറ്റിസ്റ്റുകളിൽ 3 പേര് കോമയിലും ഒരാൾ മരണപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്തു നോക്കാം. തെളിയിക്കപ്പെടാത്തൊരു എന്താ പറയുക തത്വം തന്നെയാണത്. അതെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കഞ്ചാവിന്റെ ഗുണങ്ങൾ അതാണ് ചോദിച്ചിട്ടുള്ളത്. അത് തന്നെ ജിതിൻ ദളപതി മുണ്ടത്തിക്കൂടാവില്ല അതും ചോദിച്ചിട്ടുണ്ട്. അത് ആദ്യത്തെ 2 ചോദ്യത്തിന്റെ റേഞ്ച് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഇങ്ങനൊരു ചോദ്യം അവന്റെ ഭാഗത്ത് തന്നെ വരുന്നത്. കഞ്ചാവിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആദ്യത്തെ ഗുണം, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു മാനസിക രോഗിയെ കിട്ടും. അത് വളരെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ, സർക്കാർ ചെലവിൽ ജീവിതം. നമ്മൾ ഈ മന്ത്രിമാരൊക്കെ ജീവിക്കുന്ന പോലെ പോലീസ് എസ്കോർട്ടിൽ നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം, സർക്കാർ ചെലവിൽ ഭക്ഷണം കഴിക്കാം, രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ റൂമിന്റെ പുറത്ത് പോലീസ് എസ്കോർട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു സംഭവമാണ്. ഇതൊക്കെയാണ് കഞ്ചാവിന്റെ ഗുണങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ജിതിൻ പോക്കിരി ദളപതി ആണ്. ഇതവൻ തന്നെയാണോ? അക്ഷരത്തെറ്റ് വെച്ച് നോക്കുമ്പോൾ അവൻ തന്നെ ആവാനാണ് സാധ്യത. എന്താ ചോദ്യം? അവൻ്റെ ചോദ്യം പറയുന്നത് അവന് പഠിക്കാൻ പറ്റുന്നില്ല, അവൻ്റെ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമാണ്, അവൻ്റെ DNA അതില്ല എന്നാണ് പറയുന്നത്. മൈക്കാദ്യം തരൂ. ജിതിൻ ദളപതിക്ക് മറുപടി കൊടുക്കണൊക്കെ മുമ്പ് ആദ്യം മറുപടി കൊടുക്കേണ്ടത് ഷോ ഡയറക്ടർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി തെണ്ടിയുടെ വല്ല മെസ്സേജും ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ മൈക്ക് തൻ്റെ നിർന്തലയിലിരിക്കും. ഇന്നത്തെ ദിവസത്തെ ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ. ഇനി പ്രേക്ഷകരിലേക്ക്, ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഇന്നൊരു ഡോക്ടറില്ലാത്തത്, ഒരു എഞ്ചിനീയറില്ലാത്തത്? രാഷ്ട്രപതിമാർ വരെയുണ്ട്. എന്തിന്? ഇന്ന് മേഖലകളിൽ പഠിച്ച് വിദ്യാസമ്പന്നരായിട്ടുള്ള എത്ര മേഖലയിൽ എത്ര പേര് രക്ഷപ്പെടുന്നു? അല്ല, ഇവന്റെ പഠന രീതി എങ്ങനെയാണെന്നാണ് അവൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. പഠന രീതി എന്ന് പറയുന്നത് കാലത്തെനിക്ക് ബുക്ക് തുറക്കും, 2 പഫ് കഞ്ചാവ് വലിക്കും, എന്നിട്ടാണ് പഠിക്കാനിരിക്കുന്നത് എന്നാണ് ഇതിൽ വ്യക്തമാക്കി. അപ്പോൾ അവന് പറയാനുള്ളതാണ് നമ്മുടെ 3ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അതാണ് അതിന്റെ ഏറ്റവും നല്ല കാര്യം. പിന്നെ അവന് വേറെ പല മേഖലയിലാണ് കഴിവ്. പക്ഷെ ഇത്തരക്കാരെ നമ്മൾ കുറ്റം പറഞ്ഞ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 10 പേര് സപ്പോർട്ട് ചെയ്യാനുള്ളവരെ നമ്മൾ കുറ്റം പറഞ്ഞവരാണ് കുറ്റക്കാരി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും പറയില്ല. നോ താങ്ക്സ്. പിന്നെ പുള്ളി വേറൊരു പരാതി കൂടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുത്ത ആള് ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ ശരി. ഈ തെരഞ്ഞെടുത്ത ആളുടെ പേരിൽ കഞ്ചാവ് കേസ് ഉണ്ടോ? ഇല്ല. പെണ്ണ് കേസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ആ തെരഞ്ഞെടുത്ത ആള് മോശമാണ്. കാരണം നമ്മുടെ റേഞ്ച് ഇയാളുടെ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വേണമെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. മേക്കൊന്നുകൂടി തന്നെ ഇനി ഒരു വാണിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. നാളത്തെ പരിപാടിയിൽ ഇവന്റെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ മൈക്ക് ഷോ ഡയറക്ടറെ നിർദ്ദേശിക്കും. ഓക്കെ. അപ്പോൾ പരിപാടി നിർത്തുന്നു.